സ്വാഗതം. രാമായണ കഥയുടെ രണ്ടാം ഭാഗമാണ്. ദശരഥ മഹാരാജാവാണ് അയോധ്യ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു: കൗസല്യ, സുമിത്ര, കൈകേയി. അവർ സന്തോഷത്തോടെ പോകുന്ന കാലം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്: അവർക്ക് കുട്ടികളില്ലായിരുന്നു, സന്താനങ്ങളില്ലായിരുന്നു. ആ സങ്കടത്താലാണ് ദശരഥൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് നാളായി അവർക്ക് ഇപ്പോഴും കുട്ടികളില്ല. അങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അവരൊരു പൂജ നടത്തി. പൂജയ്ക്കൊടുവിൽ തീയിൽ നിന്നും ഒരു ദേവത പൊങ്ങി വന്ന് ഒരു വലിയ കുടം ദിവ്യ പായസം അവർക്ക് നൽകി. അതിനുശേഷം ഇത് 3 വീതിച്ച് 3 ഭാര്യമാർക്കും നൽകാൻ പറഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് അത് 3 വീതിച്ച് ഭാര്യമാർക്ക് നൽകി. അതിനുശേഷമാണ് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനുമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ പോവുകയായിരുന്നു. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അവിടേക്ക് എത്തുന്നത്. ദശരഥ മഹാരാജാവ് 2 കൈകളോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അവരിരുന്നു. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എനിക്ക് രാജാവിൻ്റെ ഒരു സഹായം വേണം. ദശരഥ മഹാരാജാവ് പറഞ്ഞു, എന്ത് സഹായമാണ് വേണ്ടത്? സ്വർണം വേണോ? ആൾക്കാരെ വേണോ? പട്ടാളക്കാരെ വേണോ? ജോലിക്കാരെ വേണോ? കൊട്ടാരങ്ങൾ വേണോ? എന്ത് വേണം? ഞാൻ തരാം. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. നിങ്ങളുടെ മക്കളെയാണ് വേണ്ടത്, രാമനെയും ലക്ഷ്മണനെയും. ദശരഥന് വയ്യായ്മ തോന്നി. എന്തോ പ്രശ്നം. അദ്ദേഹത്തിന് രാമനെയും ലക്ഷ്മണനെയും വിട്ടിരിക്കാൻ പറ്റുകയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് രാമനെയും ലക്ഷ്മണനെയും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഞാൻ കൊടും കാട്ടിൽ ഒരു യജ്ഞം നടത്താൻ പോവുകയാണ്. അവിടെ രാക്ഷസന്മാരുടെ ശല്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് കാവൽ നിൽക്കാൻ രാമനെയും ലക്ഷ്മണനെയും വേണം. ബാലന്മാരാണെങ്കിലും അവർ രാക്ഷസന്മാരെ തവിട പൊടിക്കും. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയം തോന്നി. അവർ ബാലന്മാരല്ലേ, അവരെ കൊണ്ട് രാക്ഷസന്മാരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അവർക്കത് സാധ്യമാകുമെന്ന്. അപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ശരി, രാജാവും കുട്ടികളും ഭാര്യമാരും ഒക്കെയായി നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ഞാൻ യാത്രയാവുകയാണ്. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും യാത്രയാവാൻ തുടങ്ങി. അപ്പോഴാണ് വസിഷ്ഠ മഹർഷി ചാടി എണീറ്റത്. അദ്ദേഹം ദശരഥനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത്? അദ്ദേഹത്തെ ഇങ്ങനെ ദുഃഖിതനാക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ രാമനെയും ലക്ഷ്മണനെയും അദ്ദേഹത്തിന്റെ കൂടെ അയക്കണം. അദ്ദേഹത്തിന് ഒരുപാട് ശക്തികളുള്ളതാണ്. കൂടാതെ ഒരു രഹസ്യമുണ്ട്: രാമൻ മഹാവിഷ്ണുവും ലക്ഷ്മണൻ അനന്തനുമാണ്. അതുകൊണ്ട് അവർക്കൊന്നും പറ്റില്ല. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദശരഥൻ 2 പേരെയും കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇനി എന്താണ് ഉണ്ടാവുന്നത്? രാക്ഷസന്മാരെയൊക്കെ അവർ തടുക്കുമോ? തുടർന്നുള്ള കഥകളാണ് ഞാൻ നാളെ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും